പ്രവീൺ പ്രണവ് അവരുടെ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ശാന്തമായി വരുമ്പോഴിതാ അതിലേറെ ഞെട്ടിക്കുന്ന അവരെ സഹായിക്കാനെന്ന ഹ്യൂമൻ റൈറ്റ്സിലെ മാഡം ആശാ തൃപ്പൂണിത്തറയെ കുറിച്ച് ഇപ്പോൾ ഞെട്ടിക്കുന്ന കുറെ വാർത്തകളാണ് പുറത്തുവരുന്നത്. മാഡം വിസ തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നാണ് കേൾക്കുന്നത്. അത് വളരെയധികം ഞെട്ടൽ തന്നെയായിരുന്നു. കാരണം എത്ര രീതിയിലാണ് പ്രവീണിനോടും പ്രണവിനോടും സംസാരിച്ചത്. പക്ഷെ ആ ഓഡിയോ റെക്കോർഡ് ചെയ്തത് അത് തന്നെ ഒരു അസ്വാഭാവികത തോന്നി. അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി അവർ പ്രസിഡന്റായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. പ്രൈവറ്റ് സ്ഥാപനമാണിത്. കുറച്ചു നാൾക്ക് മുൻപ് ശിവദാസ് ബാലാറ്റൂർ എന്ന് പറയുന്ന ആളാണ് ആശാ തൃപ്പൂണിത്തറയ്ക്കെതിരെ കൊടുത്തത്. അയാളുടെ മകന് വിസ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഏകദേശം 5 ലക്ഷം രൂപയോളം കാശ് മേടിച്ച് പറ്റിച്ചു. ശിവദാസ് മേലാറ്റൂർ കുറച്ച് ബുദ്ധിമുട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. അയാളുടെ ഭാര്യയ്ക്കും സുഖമില്ല, അതുപോലെ തന്നെ ഭാര്യയുടെ അമ്മയും സുഖമില്ലാത്ത അമ്മയും അറിഞ്ഞുകൊണ്ടാണ് ആശാ തൃപ്പൂണിത്തറ ശിവദാസിനെ സമീപിക്കുന്നത്. അവസ്ഥയെല്ലാം അറിയാം. എൻ്റെ മകൻ ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്, തന്നെ ഏകദേശം 5 ലക്ഷം രൂപ തന്നാൽ ഞാൻ വിസ എല്ലാം റെഡിയാക്കി തരാം പറഞ്ഞുകൊണ്ടാണ് ശിവദാസിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. വല്ലാത്ത മനുഷ്യന്മാർ. അങ്ങനെ അയാൾ ആശാ തൃപ്പൂണിത്തറയ്ക്കെതിരെ കേസ് കൊടുത്തു. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രവീണിനെയും പ്രണവിനെയും സമീപിച്ചിരിക്കുന്നതും അങ്ങനെ വല്ല ഉദ്ദേശത്തിലാണോ എന്ന് കൂടി അറിയില്ല. മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനൽ ഇവരെ സമീപിച്ചത്. അത്യാവശ്യം നല്ല ഇന്റർവ്യൂസ് ഒക്കെ നടന്നു വരുന്ന ചാനലാണ്. നല്ല റീച്ചുള്ള ഒരു ചാനൽ അറിയാതെ പോയി അവരുടെ അടുത്ത് ചാടാനാണ്. പ്രവീണിന് ഫോൺ വിളിച്ചപ്പോൾ പ്രവീണ് കുറച്ച് ബുദ്ധിയിട്ട് ചിന്തിച്ചത് കൊണ്ട് പ്രവീൺ കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറഞ്ഞു. ഇത് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒതുക്കുകയാണ്. എന്നാൽ പ്രണവിന് നേരെ തിരിച്ചാണ്. പ്രണവ് കേട്ട പാതി കേൾക്കാത്ത പാതി ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു. അതുകൊണ്ട് എന്താ ഈ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും വല്ലാത്ത മനുഷ്യന്മാർ തന്നെ. അല്ലെങ്കിൽ തന്നെ ആ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ആളിക്കത്തുകയായി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെയായ അവസ്ഥ.